ഓഡിയോ ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇപ്പോൾ പ്രിലിംസ് കോമ്പാറ്റിന്റെ സീരീസ് ഓഫ് ജോഗ്രഫി മാപ്പിംഗ് സെഷന്റെ ഫസ്റ്റ് സെഷൻ ആണ്. ഇത് നമ്മൾ ഓപ്പൺ സെഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഇനിയുള്ള സെഷൻസ് ഓപ്പൺ സെഷൻ ആയിരിക്കില്ല. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രിലിംസ് കോമ്പാറ്റ് സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ യു വാണ്ട് ടു അറ്റൻഡ് ദി റെസ്റ്റ് ഓഫ് ദി സെഷൻസ്, യു ക്യാൻ ജോയിൻ പ്രിലിംസ് കോമ്പാറ്റ്. ഓക്കെ, തുടങ്ങാം. സോ മാപ്പിങ്ങിന്റെ ബേസിക്സിലേക്ക് നമുക്ക് കിടക്കാം. മാപ്പിംഗ് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾക്കും എപ്പോഴും കൺഫ്യൂഷൻസ് ആയിരിക്കും. എങ്ങനെയാണ് മാപ്പിംഗ് പഠിക്കേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ മാപ്പിങ്ങിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് വി ഹാവ് എ പൊളിറ്റിക്കൽ മാപ്പ് ആൻഡ് എ ഫിസിക്കൽ മാപ്പ്. ഓക്കെ, പൊളിറ്റിക്കൽ മാപ്പിന്റെ അകത്ത് നമ്മൾ ബേസിക്കലി നോക്കുന്നത് എന്താണ്? കൺട്രീസ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു കൺട്രീസിനെ, എല്ലാ കൺട്രീസിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഏതൊരു രാജ്യം കേട്ടാലും ആ രാജ്യം ഏത് കോണ്ടിനെന്റിന്റെ ഏത് ഭാഗത്തായിട്ട് വരുന്നതാണ്, ആ കൺട്രി ഒരു ലാൻഡ് ലോക്ഡ് കൺട്രി ആണോ അതോ ഒരു കോസ്റ്റ് ഉള്ള ഒരു കൺട്രി ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ബോട്സ്വാന, ഇറ്റ് ഈസ് എ ലാൻഡ് ലോക്ഡ് കൺട്രി ഇൻ സദേൺ ആഫ്രിക്ക. ഇഫ് വി സേ ഉറുഗ്വേ is a coastal country in the eastern coast of South America. ഓക്കെ, അതുപോലെ ഏതൊരു രാജ്യവും പൊളിറ്റിക്കലി അത് ലൊക്കേഷൻ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, ഇൻക്ലൂഡിംഗ് ദ മെയിൻ പ്ലേസസ് ഇൻ ദ വേൾഡ്, ക്യാപിറ്റൽ സിറ്റീസ് അല്ലാതെ നോർമൽ സിറ്റീസ്. ഇപ്പൊ ന്യൂയോർക്ക് ക്യാപിറ്റൽ സിറ്റി അല്ല, പക്ഷെ ന്യൂയോർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എവിടെയാണ് ന്യൂയോർക്ക്? അമേരിക്കയിലാണ്. മനസ്സിലായി, എവിടെയാണ്? നോർത്ത് ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് അമേരിക്ക. ഓക്കെ, അപ്പൊ അതുപോലെ ഏതൊരു ഫേമസ് സിറ്റീസും കേട്ടാൽ അത് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, അപ്പൊ അതാണ് പൊളിറ്റിക്കൽ മാപ്പിന്റെ ആസ്പെക്ട്. അപ്പൊ നമുക്ക് ഓരോ കോണ്ടിനെന്റും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കാം. അപ്പൊ ഏതൊക്കെ ആസ്പെക്ട്സ് ആണ് മാപ്പിംഗിന്റെ അകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഫസ്റ്റ്, പ്ലേസസ് ഇൻ യൂസ്. ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി റിലേറ്റഡ് ടു കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സ് കാണുമ്പോൾ ഇങ്ങനത്തെയുള്ള ചില സ്ഥലങ്ങൾ കാണുമ്പോൾ അത് നോട്ട് ചെയ്യുക. അതിനർത്ഥം കറണ്ട് അഫയേഴ്സിൽ വരുന്ന ചുമ്മാ ഒരു സ്ഥലം മെൻഷൻ ചെയ്തെന്ന് ഓർത്ത് അത് എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളോട് ഞാൻ പറഞ്ഞു, ഓക്കെ, ഏതെങ്കിലും ഒരു സ്ഥലം മെൻഷൻ ചെയ്തു എന്ന് കരുതി അത് നമ്മൾ എടുത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഷുഡ് ഹാവ് സം റെലവൻസ്. നേരത്തെ പറഞ്ഞതുപോലെ ഗസ റെലവൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ ടിഗ്രേ കേട്ടിട്ടുണ്ടോ? ടിഗ്രേ എവിടെയാണ്? എത്യോപ്യ. അതൊരു കോൺഫ്ലിക്ട് സോൺ ആണ്. അപ്പൊ ബേസിക്കലി കോൺഫ്ലിക്ട് സോൺസും ഡിസ്പ്യൂട്ടഡ് റീജിയൻസും ഒക്കെയാണ് നിങ്ങൾക്ക് കൂടുതലും ഫോക്കസ് ചെയ്ത് വരിക. ഡിസ്പ്യൂട്ടഡ് റീജിയൻസ് ആണെങ്കിൽ ഗസ ഒരു ഡിസ്പ്യൂട്ടഡ് റീജിയൻ ആണ്. അതുപോലെ നഗോർണോ കറാബാക്ക് നമ്മൾ പറഞ്ഞു. കുറിൽ ഐലൻഡ്സ് ബിറ്റ്വീൻ റഷ്യ ആൻഡ് ജപ്പാൻ. ചാഗോസ് ഐലൻഡ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ മൗറീഷ്യസ് ആൻഡ് UK. ഡിയേഗോ ഗാർസിയ, അത് ചാഗോസ് ഐലൻഡ് ആണ്. അതിന് വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ഡിയേഗോ ഗാർസിയ ഒരു മലയാളം സിനിമയിൽ അതിലക്കിടന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പൗലോ പോലോ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഡിയേഗോ ഗാർസിയ എന്ന് പറഞ്ഞ ഐലൻഡിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓർമ്മ വന്നു. എന്തുവാ ഡിയേഗോ ഗാർസിയയുടെ പ്രത്യേകത? ചാഗോസിലുള്ള ഒരു ഐലൻഡ് ആണ്. UK ചാഗോസ് ഐലൻഡ് മൗറീഷ്യസിന് തിരിച്ചു കൊടുക്കാമെന്ന് റീസെന്റ് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് അത് കറണ്ട് അഫയേഴ്സിൽ റെലവെന്റ് ആയത്. ചാഗോസ് ഐലൻഡ് ഡിസ്പ്യൂട്ട് ഈസ് ബിറ്റ്വീൻ മൗറീഷ്യസ് ആൻഡ് UK, ബട്ട് ഡിയേഗോ ഗാർസിയ എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഐലൻഡ് ഈസ് controlled by UK, but UK gave that island in lease to USA. യുഎസിന്റെ കീഴിലാണ്, യുഎസിന്റെ കൺട്രോളിലാണ് ആ പെർട്ടിക്കുലർ ഐലൻഡ്. യുഎസിന്റെ ഒരു മിലിറ്ററി ബേസ് അവിടെയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചില ആസ്പെക്ട്സുകൾ അറിയുക. പിന്നെ ഇടക്കിടക്ക് ഇപ്പോ ഈ പെർട്ടിക്കുലർ റീജിയൻ ന്യൂസിൽ വരുന്നുണ്ട്. സൗത്ത് ചൈന സീ കുറെ കാലമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ കുറെ കൂടെ ആയിട്ട് വരുന്നുണ്ട്. സൗത്ത് ചൈന സീയില് ചൈനയും ഫിലിപ്പൈൻസും അങ്ങനെയുള്ള ചില രാജ്യങ്ങളുമായിട്ട് ചില ഐലൻഡ് ബേസിസിലൊക്കെ ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്. സ്പ്രാറ്റ്ലി ഐലൻഡ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കറണ്ട് അഫയേഴ്സിൽ വരുന്നുണ്ട്. അപ്പൊ ഏതൊരു സ്ഥലം കേൾക്കുമ്പോഴും അത് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സിന്റെ അകത്ത് റീജിയൻസ് മെൻഷൻ ചെയ്യുമ്പോൾ നോട്ട് ഇട്ടാവും. ഓക്കെ, സോ ഏതൊക്കെ ആസ്പെക്ട്സ് ആണ്? ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്, ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ, prime meridian, international dateline.
ഇതിന്റെ ഏതൊക്കെ ആസ്പെക്ട്സ് നോക്കണമെന്ന് നമുക്ക് പിന്നെ കാണാം. മൗണ്ടൻസ് ആൻഡ് വോൾക്കാനോസ്, പ്ലേറ്റോസ്, ഡെസേർട്സ്, ഗ്രാസ്ലാൻഡ്സ്, റിവേഴ്സ്, റിവർ ബേസിൻസ് ആൻഡ് വാട്ടർഫോൾസ്, ലേക്സ്. ഇതൊക്കെ എന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ റിവേഴ്സും പഠിക്കണം എന്നല്ല. എല്ലാ കോണ്ടിനെന്റിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 റിവേഴ്സേ ഉണ്ടാവുള്ളൂ. ആ റിവേഴ്സിനെ കുറിച്ച് അതിന്റെ ബേസിക്സ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേക്സ് ഇൻ ഈച്ച് കോണ്ടിനെന്റ്സ്, സീസ് ആൻഡ് ബോർഡറിംഗ് നേഷൻസ്. ഫിസിക്സ് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക് ആണ് ലേക്കും സീസും ഒക്കെ. സ്ട്രെയിറ്റ്സ്, ചാനൽസ്, ഫോർ എക്സാമ്പിൾ 10-degree channel in India, canal, Suez Canal, isthmus, Kra isthmus. കേട്ടിട്ടുണ്ടോ? What is Kra isthmus? എവിടെയാണ്? Kra canal എന്ന് പറയുന്ന ഒരു കനാൽ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. isthmus of Kra എവിടെയാണ്? ലൊക്കേഷൻ ആൻഡമാന്റെ കറക്റ്റ് ആണ്. യെസ്, സൗത്ത് ചൈന സീയിലേക്കല്ല, ഇവിടെ ആയിട്ട് വരും. ഏതത്? മലൈ പെനിൻസുലയിലാണ് അത് വരിക. ഇപ്പുറത്ത് കിടക്കുന്നത് ഗൾഫ് ഓഫ് തായ്ലൻഡ് ആണ്. ഗൾഫ് ഓഫ് തായ്ലൻഡിന്റെ ആൻഡമാൻസിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു റീജിയനെയാണ് നമ്മൾ ഇസ്ത്മസ് ഓഫ് ക്രാ, ക്രാ എന്ന് വിളിക്കുക. അതടക്കം ന്യൂസിൽ വരാറുണ്ട് കേട്ടോ. അതുപോലെ ഐലൻഡ്സ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐലൻഡ്സ്, കറണ്ട് അഫയേഴ്സിന്റെ റെലവെന്റ് ആയിട്ട് വരുന്ന ഐലൻഡ്സുകൾ ഒക്കെ മെൻഷൻ ചെയ്യും. ഇപ്പൊ സ്പ്രാറ്റ്ലി ഐലൻഡ് ഞാൻ പറഞ്ഞു, അങ്ങനെ ചോദിക്കാം. സൗത്ത് ചൈന സീയിലുള്ള ഒരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ് സ്പ്രാറ്റ്ലി ഐലൻഡ്, ചാഗോസ് ഐലൻഡ്. ഓക്കെ. കാനറി ഐലൻഡ് എവിടെയാണ്? യൂറോപ്പിന്റെ വെസ്റ്റ് സൈഡ്, കുറച്ച് താഴെയായിട്ട് അല്ലെ. കാനറി ഐലൻഡ്സ് ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് സ്പെയിൻ. യെസ്, ആ ഐലൻഡിന്റെ പേരിലാണ് നമുക്ക് അവിടെ ഓഷ്യൻ കറണ്ട് ഉള്ളത്. കാനറീസ് ഓൾഡ് കറണ്ട് ആണോ വാം കറണ്ട് ആണോ? ഓൾഡ് കറണ്ട്. യെസ്. ദെൻ എത്നിക് ഗ്രൂപ്പ്സ്, കറണ്ട് അഫയേഴ്സിൽ എത്നിക് ഗ്രൂപ്പ്സ് മെൻഷൻ ചെയ്യാം IR റിലേറ്റഡ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ റോഹിംഗ്യ, ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ പാലസ്തീനിയൻസ് ചോദിക്കുന്നില്ല, കാരണം പാലസ്തീനിയൻസ് ആർ എത്നിക് ഗ്രൂപ്പ്സ് ഓഫ് പാലസ്തീൻ. അപ്പൊ അത് പ്രത്യേകിച്ച് പേര് തന്നെയുണ്ട്, അതുകൊണ്ട് അത് ചോദിക്കില്ല. ഓക്കെ. അപ്പോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത, പേരിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത എത്നിക് ഗ്രൂപ്പ്സ് ചോദിക്കാം. അപ്പൊ നമുക്ക് ഓരോ കോണ്ടിനെന്റ്സ് ആയിട്ട് കടക്കാം. ഇതാണ് ഫിസിക്കൽ മാപ്പ് ഓഫ് ദ വേൾഡ്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ആസ്പെക്ട്സ് ഓരോ കോണ്ടിനെന്റിന്റെയും ഫിസിക്കൽ മാപ്പ് എടുത്തിട്ട് നമ്മൾ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1 month ടൈമിൽ നിങ്ങൾക്ക് ഇത് കവർ ചെയ്തെടുക്കാം. ഓരോ ദിവസവും ഓരോ കോണ്ടിനെന്റ് കവർ ചെയ്യുക. ഒരു 10-15 minutes, മാക്സിമം ഒരു 20 minutes. ഓരോ ദിവസവും ഓരോ കോണ്ടിനെന്റ് പൊളിറ്റിക്കൽ മാപ്പും ഫിസിക്കൽ മാപ്പും കവർ ചെയ്യുക. ജസ്റ്റ് നോക്കുക. അപ്പൊ ഒരു 4-5 തവണ നിങ്ങൾ റിവിഷൻ കഴിയുമ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആയിരിക്കും. ഓക്കെ. ഫസ്റ്റ് ലെറ്റ്സ് ഗോ ഇൻടു മാപ്പ് ഓഫ് ആഫ്രിക്ക. സോ ആഫ്രിക്കയുടെ പൊളിറ്റിക്കൽ മാപ്പാണ്. അപ്പൊ ഇവിടെ എന്താണ് പറയേണ്ടത്? രാജ്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക. ഈ രാജ്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ചില രാജ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവും. നിങ്ങളെ മാപ്പിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ആ പ്രത്യേകതകളുള്ള രാജ്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ഈ മാപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു പ്രത്യേകതയുള്ള ഒരു രാജ്യമാണ് ലെസോത്തോ. എന്താണ് ആ രാജ്യത്തിന്റെ പ്രത്യേകത? that country is completely encircled by സൗത്ത് ആഫ്രിക്ക. ലെസോത്തോ എന്ന് പറയുന്ന ഒരു രാജ്യമാണിത്. അത് സൗത്ത് ആഫ്രിക്കയുടെ ഉള്ളിലാണ് ലെസോത്തോ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ ഇവിടെ ഒരു രാജ്യമുണ്ട്, എസ്വാട്ടിനി. ഇതിന്റെ പേര് ഇപ്പോഴാണ് എസ്വാട്ടിനി എന്ന് മാറ്റിയത്. ഇടയ്ക്ക് ഇത് പത്രത്തിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ പേര് സ്വാസിലാൻഡ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അതുപോലെ ഏതൊരു രാജ്യത്തും ഏകദേശം എവിടെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ. ക്ലിയർ? യെസ്. അപ്പൊ അതാണ് പൊളിറ്റിക്കൽ മാപ്പിൽ നിങ്ങൾ അറിയുന്നത്. അപ്പൊ പ്ലേസസ് ഇൻ ന്യൂസും ഈ പൊളിറ്റിക്കൽ മാപ്പിന്റെ ആസ്പെക്ട്സിലാണ് നമ്മൾ അറിയുന്നത്. ഫോർ എക്സാമ്പിൾ, we have Tigray issue in Ethiopia. Okay. Somaliland dispute. സൊമാലിയയിലെ ഒരു കൈൻഡ് ഓഫ് ഓട്ടോണമസ് റീജിയൻ ആണ്. അടക്കപ്പത്രത്തിൽ ഒന്നായിരുന്നു. സൊമാലിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്യോപ്യക്ക് ഒരു പോർട്ട് കൊടുത്തതിന്റെ പേരിൽ അത് കറണ്ട് അഫയേഴ്സിൽ വന്നായിരുന്നു.
എത്യോപ്യ ഇസ് എ ലാൻഡ് ലോക്ഡ് കൺട്രി. എത്യോപ്യക്ക് പോർട്ട് ഇല്ല. അപ്പൊ എത്യോപ്യക്ക് ഒരു പോർട്ട് വേണം. അതിന് എത്യോപ്യ എന്ത് ചെയ്തു? സൊമാലിയ എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു ഓട്ടോണമസ് റീജിയൻ ആയ സൊമാലി ലാൻഡുമായിട്ടൊരു ഡീലിലേക്ക് വന്ന് സൊമാലി ലാൻഡിലെ ഒരു പോർട്ട് അവര് കൺട്രോൾ ചെയ്യാൻ നോക്കി. അപ്പൊ സൊമാലിയ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് എത്യോപ്യ രാജ്യവും എത്യോപ്യയും സൊമാലിയും തമ്മിൽ അതിന്റെ പേരില് വഴക്കായി. ഓക്കെ, അങ്ങനെ സൊമാലി ലാൻഡ് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. അതുപോലെ എത്യോപ്യയിലുള്ള ഒരു ഓട്ടോണമസ് റീജിയൻ ആണ് ഫണ്ട് ലാൻഡ്. ലാസ്റ്റ് ടെസ്റ്റ് സീരീസിന് നമ്മൾ ഇതിട്ടായിരുന്നു. ഫണ്ട് ലാൻഡ് എവിടെയാണ് ഐഡന്റിഫൈ ചെയ്യുക? എത്യോപ്യ. അപ്പൊ ഇതുപോലെ കുറെ സ്ഥലങ്ങൾ വരും. സോറി ഫണ്ട് ലാൻഡ് ഈസ് ഇൻ സൊമാലിയ. എത്യോപ്യ സൊമാലിയ. അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങൾ വരുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അതുപോലെ ഡാർഫർ ഇടക്ക് വന്നിട്ടുണ്ട്. ഡാർഫർ എവിടെയാണ്? സുഡാനിലാണ് ഡാർഫർ വരുന്നത്. അത് ചോദിക്കാം. കോർഡോഫാൻ സുഡാൻ. യെസ്, ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കോൺഫ്ലിക്ട് സോൺസ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആസ്പെക്ട്സ് നോക്കിയില്ലേ? പ്ലേസസ് ഇൻ ന്യൂസ്. അതൊക്കെ കോൺഫ്ലിക്ട് സോൺസ് ആണ്. കോൺഫ്ലിക്ട് സോൺസിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ഏതെങ്കിലും മൾട്ടിപ്പിൾ രാജ്യങ്ങളിൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഡിസ്പ്യൂട്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ എത്യോപ്യയില് റനൈസൻസ് ഡാം ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഡിസ്പ്യൂട്ട് ഉണ്ട്. എത്യോപ്യയില് റനൈസൻസ് ഡാം. ബ്ലൂ നൈൽ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ബ്ലൂ നൈൽ. ഓക്കെ, നൈൽ നദിയുടെ ഹെഡ് സ്ട്രീം ആയിട്ട് അറിയപ്പെടും. അപ്പൊ ബ്ലൂ നൈലില് റനൈസൻസ് എന്ന് പറയുന്ന ഒരു ഡാം പണിയാൻ നോക്കി എത്യോപ്യ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എത്യോപ്യയും ബോർഡറിംഗ് നേഷൻസ് തമ്മിൽ അതിന്റെ പേരില് വഴക്കായി. അപ്പോ ബ്ലൂ നൈൽ ഈ പറയുന്ന ആ ഡാം ഡിസ്പ്യൂട്ട് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്, ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെ നോക്കുക. സോ കറണ്ട് അഫയേഴ്സിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു ആസ്പെക്റ്റോടെ കവർ ചെയ്തിട്ട് പോവാം. ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ്. നമ്മൾ നോക്കുമ്പോൾ ലാറ്റിറ്റ്യൂഡ്സിന്റെ കേസ് എടുക്കുമ്പോൾ ഈ ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റ് ഒരു പ്രത്യേകത. ആഫ്രിക്ക is a continent where all three main latitudes pass through. Equator, Tropic of Cancer and Tropic of Capricorn passes through Africa. So a question can come. Equator പാസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? Tropic of Cancer പാസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? Tropic of Capricorn പാസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഓക്കെ, ഇത് രാജ്യങ്ങളുടെ രീതിയിൽ ചോദിക്കാം. വേണമെങ്കിൽ ഫിസിക്കൽ ആസ്പെക്റ്റിന്റെ രീതിയിൽ ചോദിക്കാം. അതായത് this is equator, right? This equator passes through Congo basin, right? നിങ്ങൾ ഫിസിക്കൽ മാപ്പിൽ ഒബ്സർവ് ചെയ്താൽ കിട്ടും. This equator passes through Victoria Lake. There is an important lake in Africa. ആഫ്രിക്കയുടെ ഏറ്റവും ലാർജസ്റ്റ് ലേക്ക് ആണ് വിക്ടോറിയ ലേക്ക്. വിക്ടോറിയ ലേക്കിൽ നിന്നാണ് ടെക്നിക്കലി നൈൽ നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, ഇക്വേറ്റർ ഈ പറയുന്ന വിക്ടോറിയ ലേക്കിനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. റൈറ്റ്, അതുപോലെ യു ക്യാൻ ഒബ്സർവ് ദാറ്റ് കോങ്കോ റിവറിനെ കട്ട് ചെയ്യുന്നുണ്ട് ഇക്വേറ്റർ. ഗിനിയ ബേസിൻ, അതായത് ഗൾഫ് ഓഫ് ഗിനിയ, അതിലൂടെയാണ് ഇക്വേറ്റർ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ആസ്പെക്ട്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതുപോലെ ദിസ് ഇസ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. Tropic of Cancer passes through the Sahara Desert. Tropic of Cancer cuts across the Nile River. For physical aspects, അതുപോലെ you have Tropic of Capricorn here. Tropic of Capricorn passes through the Kalahari Desert, the Namib Desert, the Drakensberg Mountain. Yes, അങ്ങനെയും നോക്കാം. അപ്പൊ നിങ്ങൾ ഒരു കോണ്ടിനെന്റ് എടുക്കുമ്പോൾ ആ കോണ്ടിനെന്റിന്റെ ഈ ഒരു ആസ്പെക്ട് കൂടെ നോക്കുക. അതുപോലെ you have the prime meridian here, right? Prime meridian also passes through Africa. Prime meridian ഏത് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നു അത് നിങ്ങൾക്ക് നോക്കാം. അൾജീരിയ, മാലി, ബുർക്കിന ഫാസോ, ഓക്കെ, ഈ രാജ്യങ്ങളിലൂടെയൊക്കെ പ്രൈം മെറിഡിയൻ പാസ് ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയും ചോദ്യങ്ങൾ വരാം. കിട്ടിയോ? ഇത് എല്ലാ കോണ്ടിനെന്റും നോക്കണം. അപ്പൊ നിങ്ങൾ സൗത്ത് അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ സൗത്ത് അമേരിക്കയില് ഇക്വേറ്ററിന്റെ ഒരു പാർട്ട് പോകുന്നുണ്ട്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ പോകുന്നുണ്ട്.
ഇക്വേറ്റർ പോകുന്നത് എവിടെയാണ്? കൊളംബിയ, ഇക്വഡോർ, ബ്രസീൽ, ഈ രാജ്യങ്ങളിലൂടെയാണ് പോകുന്നത്. ഇക്വഡോറിലെ ക്വിറ്റോ എന്ന് പറയുന്ന അതിന്റെ ക്യാപിറ്റൽ ഇക്വഡോറിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ക്വിറ്റയിലൂടെയാണ് ഇക്വേറ്റർ പാസ് ചെയ്യുന്നത്. ഇനി ഫിസിക്കൽ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആമസോൺ ബേസിൻ ഉണ്ട്. ആമസോൺ റിവറിന്റെ ബേസിൻ ഉണ്ട്. ആമസോൺ റിവറിന്റെ ബേസിൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ് ഇരിക്കുന്നത്. സോറി, ട്രോപ്പിക് ഓഫ് ക്യാൻസറിലല്ല, ഇവിടെ ഇക്വേറ്ററിലാണ് ഇരിക്കുന്നത്. അതുപോലെ we have Tropic of Capricorn that passes through Chile, Paraguay, and Brazil and Argentina. Right? ഇങ്ങനെ നോക്കുക. ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസർ എടുത്താലും ഇതേ ആസ്പെക്ട് കിട്ടും. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് ഈ പോകുന്നത്. അത് ഏതൊക്കെ കൺട്രീസ്, ഏതൊക്കെ ഫിസിക്കൽ ആസ്പെക്ട്സിലൂടെ പോകുന്നു, അതാ പെർട്ടിക്കുലർ കോണ്ടിനെന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. Let's look into one question. ഈ ആസ്പെക്ട്സിന്റെ ചോദ്യങ്ങൾ വരാം. Traveling through from south to north, arrange the following capital cities in the sequential order. സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്: കൈറോ, കേപ്പ് ടൗൺ, ടെൽ അവീവ്, ആഡിസ് അബാബ, കിഗാളി. ഞാൻ നേരത്തെ ക്യാപിറ്റൽ സിറ്റീസ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ക്യാപിറ്റൽ സിറ്റീസിനെ അറിഞ്ഞിരുന്നാൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. കേപ്പ് ടൗൺ എവിടെയാണ്? സൗത്ത് ആഫ്രിക്ക. കൈറോ, ഈജിപ്റ്റ്. ടെൽ അവീവ്, ഇസ്രായേൽ. ആഡിസ് അബാബ, എത്യോപ്യ. കിഗാളി, റുവാണ്ട. കിഗാളി എഗ്രിമെന്റ് പഠിച്ചിട്ടുണ്ട്. റുവാണ്ട. ഇനി ഈ രാജ്യങ്ങളെ സൗത്ത് നിന്ന് നോർത്തിലേക്ക് അറേഞ്ച് ചെയ്താൽ ഉത്തരം കിട്ടും. ഏറ്റവും സൗത്തിൽ കിടക്കുന്നത് സൗത്ത് ആഫ്രിക്ക. സോ 2 ആദ്യം വരണം. യാ, ഏറ്റവും നോർത്തിൽ ഏത് വരണം? ഏറ്റവും നോർത്തിൽ ഏത് വരണം? ടെൽ അവീവ്. ഇസ്രായേലല്ലേ ഏറ്റവും നോർത്തിൽ കിടക്കുന്നത്. സോ യുവർ ആൻസർ ഇസ് ബി. അപ്പോ ഇത് ഇപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? രാജ്യങ്ങളുടെ ലൊക്കേഷൻ അറിയാമെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇതിപ്പോ നോർത്ത് സൗത്തിൽ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. വേണമെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊക്കെ ചോദിക്കാം. അപ്പൊ കറക്റ്റ് സ്ഥലം ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിൽ യു ക്യാൻ അറേഞ്ച് ഇറ്റ്. അപ്പൊ നമുക്കിനി ഫിസിക്കൽ ആസ്പെക്ട്സിലേക്ക് നോക്കാം. ആദ്യം നമുക്ക് മൗണ്ടെയിൻസ് ഒന്ന് നോക്കാം. മൗണ്ടെയിൻസ്, യു ഹാവ് ദി അറ്റ്ലസ് മൗണ്ടെയിൻസ് ഹിയർ. ആഫ്രിക്കയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൗണ്ടെയിൻ റേഞ്ച് ആണ് അറ്റ്ലസ് മൗണ്ടെയിൻസ്. ലൊക്കേഷൻ നോർത്ത് വെസ്റ്റ് ആഫ്രിക്ക. മൊറോക്കോ രാജ്യയോടെയാണ് വരിക. മൊറോക്കോ ആയിട്ട്. ഓക്കെ, ഡ്രാക്കൻസ്ബർഗ് മൗണ്ടെയിൻ. ഞാൻ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥാനങ്ങളിൽ മാത്രം മാർക്ക് ചെയ്യാം. ഡ്രാക്കൻസ്ബർഗ് എവിടെയാണ്? ആഫ്രിക്കയുടെ സൗത്ത് ഈസ്റ്റ് കോസ്റ്റിലായിട്ട് വരും. അഹാഗാർ മൗണ്ടെയിൻസ് സംവെയർ അറൗണ്ട് സഹാറ മരുഭൂമിയുടെ പാർട്ടായിട്ട് വരും. എവിടെയാണ് വരുന്നത്? നോർത്ത് സെൻട്രൽ പോർഷനിൽ വരും. ഓക്കെ, അതാണ് മൗണ്ടെയിൻസ് നിങ്ങൾ അറിയേണ്ടത്. പിന്നെ ഇത് മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. ഇനി ഒരു പെക്യൂലിയർ മൗണ്ടെയിൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ആഫ്രിക്കയിൽ, വിച്ച് ഈസ് കിളിമഞ്ചാരോ. മൗണ്ട് കെനിയ പഠിച്ചിട്ടാണ് നമുക്ക് കുഴപ്പമില്ല, കാരണം അത് എവിടെയാണ് നിങ്ങൾക്ക് ഊഹിക്കാം. മൗണ്ട് കെനിയ എവിടെയായിരിക്കും? കെനിയയിലായിരിക്കും. ഓക്കെ, മൗണ്ട് കാമറൂൺ എവിടെയായിരിക്കും? കാമറൂണിലായിരിക്കും. അത് പേരിൽ തന്നെയുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് മാത്രം പറഞ്ഞാൽ മതി. കിളിമഞ്ചാരോ. കിളിമഞ്ചാരോ എവിടെയാണ്? ടാൻസാനിയ. ടാൻസാനിയയിലെ ഒരു വോൾക്കാനോ ആണ്. ഓക്കെ, എക്സ്റ്റിങ്ക്ട് വോൾക്കാനോ ആണ്. ഓക്കെ, Kilimanjaro is located in Tanzania, which is in the eastern coast of Africa. ആഫ്രിക്കയുടെ ഈസ്റ്റിലായിട്ടാണ് കിടക്കുക. അപ്പൊ ഏകദേശം ഏത് ഭാഗത്താണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എലിമിനേഷനിലൂടെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ആഫ്രിക്കയിലെ ഹയസ്റ്റ് മൗണ്ടെയിൻ ഏതാണ്? കിളിമഞ്ചാരോ. ഓക്കെ, മൗണ്ടെയിൻ പഠിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. ഒരു കോണ്ടിനെന്റിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഏതാണ്? ആൻഡ് ഒരു മോസ്റ്റ് പോപ്പുലർ മൗണ്ടെയിൻ ഏതാണ്? അങ്ങനെയൊക്കെ നോക്കാം. Highest mountain in Africa is Kilimanjaro. Okay. ഇനി അതുപോലെ നമുക്ക് ഡെസേർട്സ് നോക്കാം.
You have Kalahari Desert in South Africa. Namib Desert in the east, south, west coast. Namibia രാജ്യത്തിന്റെ പാർട്ടാണ് Namib Desert. And this Namib Desert dry conditions create ചെയ്തത് ഒരു കോൾഡ് ഓഷ്യൻ കറന്റ് ആണ്. പഠിച്ചിട്ടുണ്ട് ഏതാ? ബെങ്ക്വേല ഓഷ്യൻ കറന്റ് ആണ്. ബെങ്ക്വേല കോൾഡ് കറന്റ്. യെസ്. Then ചില പ്ലേറ്റോസ് ഡെസേർട്സിന്റെ അകത്ത് യു ഹാവ് ദി സഹാറ ഡെസേർട്ട് ഓൾസോ. ഓക്കെ, സഹാറ ഡെസേർട്ട്, ലിബിയൻ ഡെസേർട്ട് ഓഫ് കോഴ്സ് ലിബിയയിലായിരിക്കും, ചിലതൊക്കെ പേര് തന്നെയുണ്ട്. ഓക്കെ, നൂബിയൻ ഡെസേർട്ട്, അതും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ന്യൂബിയൻ ഈജിപ്തിന്റെ ഭാഗമായിട്ട് വരും ന്യൂബിയൻ ഡെസേർട്ട്. ഓക്കെ, ഇനി പ്ലേറ്റോസ് നോക്കുകയാണെങ്കിൽ പോപ്പുലർ പ്ലേറ്റോ, കട്ടങ്ക പ്ലേറ്റോ, കട്ടങ്ക പ്ലേറ്റോ. ഓക്കെ, KATANGA, കട്ടങ്ക എവിടെയായിട്ട് വരും? സദേൺ ആഫ്രിക്കയുടെ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് വരും. ആഫ്രിക്ക തന്നെ നമുക്ക് പിന്നെ വരാതിലേക്ക്. യെസ്. പിന്നെ എത്യോപ്യൻ ഹൈലാൻഡ്സ് ശരി പോപ്പുലർ ആണ്. എത്യോപ്യൻ ഹൈലാൻഡ്സ്, അത് എത്യോപ്യയിലാണെന്ന് ഓഫ്കോഴ്സ് പേരിൽ തന്നെയുണ്ട്. അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു പേരിൽ വിളിക്കാം, അബിസീനിയൻ പ്ലേറ്റോ. അബിസീനിയ, അബിസീനിയ, അബിസീനിയ എത്യോപ്യയുടെ പഴയ പേരാണ്. ചില രാജ്യങ്ങളിൽ പഴയ പേരുകളുണ്ട്. ബർമ is the old name of Myanmar. Formosa is the old name of Taiwan. Yes, Formosa Island, തായ്വാന്റെ പഴയ പേര്. അതുകൊണ്ടാണ് തായ്വാനെയും ചൈനയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രീറ്റിനെ ഫോർമോസ സ്ട്രീറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. അതുപോലെ ഒരു ഡെസേർട്ടും കൂടെയുണ്ട്, ഗ്രേറ്റ് കാരു. ഗ്രേറ്റ് കാരു, സദേൺ ടിപ്പ് ഓഫ് ആഫ്രിക്ക. ഗ്രേറ്റ് കാരു അവിടെ അതിന്റെ മൂലയില് യു ഹാവ് ദി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അത് നമ്മള് ഹിസ്റ്ററി പഠിക്കുന്നതാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ഇവിടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഹിസ്റ്ററിയിൽ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? കപ്പൽ വന്നാണ്. ഏത് കപ്പല്? വാസ്കോ ഡ ഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കറങ്ങി തിരിഞ്ഞാണ് കോഴിക്കോട് വന്നത്. ഓക്കെ, അപ്പൊ ആഫ്രിക്കയുടെ ടിപ്പ് പോയിന്റ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ ആ ടിപ്പിനാണ് നമ്മൾ കേപ്പ് ഓഫ് കമോറി എന്ന് വിളിക്കുക, കന്യാകുമാരി. യെസ്. ഇനി നമുക്ക് റിവേഴ്സിലേക്ക് കിടക്കാം. മെയിൻ റിവേഴ്സ് ഓഫ് ആഫ്രിക്ക: നൈൽ, കോങ്കോ, നൈജർ, പിന്നെ നമുക്ക് ഇവിടെ ഒരു സാംബേസി റിവർ ഉണ്ട്. ഇതാണ് മെയിൻ റിവേഴ്സ്. അപ്പൊ വേണമെങ്കിൽ ഇതിന്റെ ബേസിക്സ് ചോദിക്കാം. അപ്പൊ റിവേഴ്സ് പഠിക്കുമ്പോൾ ഏതൊക്കെ ആസ്പെക്ട്സിൽ പഠിക്കണം? ഫസ്റ്റ്, റിവർ ഒറിജിൻ ചെയ്യുന്നത് എവിടെയാണ്, എവിടെ നിന്ന് തുടങ്ങുന്നു, എങ്ങോട്ടേക്ക് ഡ്രെയിൻ ചെയ്യുന്നു. ഓക്കെ, നൈൽ നദി ഉത്ഭവിക്കുന്നത് ലേക്ക് വിക്ടോറിയയിൽ നിന്നാണ്, ഡ്രെയിൻ ചെയ്യുന്നത് മെഡിറ്ററേനിയൻ സീയിലേക്കാണ്. കോങ്കോ റിവർ ഈ ഭാഗത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്. സാംബേസി റിവർ, സാംബിയ, സിംബാബ്വെ ആ ഭാഗത്താണ് വരിക. അത് അവിടെ നിന്ന് ഒറിജിൻ ചെയ്ത് മൊസാംബിക്കിനല്ല, ഇന്ത്യൻ ഓഷ്യനിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നു. അതുപോലെ യു ഹാവ് ദ നൈജർ റിവർ ഹിയർ. നൈജീരിയ, നൈജർ ഈ രാജ്യങ്ങളുടെ ഒക്കെ പാർട്ടാണ്. അപ്പോ അത് എവിടെ നിന്ന് ഒറിജിൻ ചെയ്യുന്നു, ഡ്രെയിൻ ചെയ്യുന്നത് ഇങ്ങോട്ട് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക്, എസ്പെഷ്യലി ഗിനിയ, ഗൾഫ് ഗിനിയയിലേക്ക്. ഓക്കെ, അത് ഒറിജിൻ ആൻഡ് ഡ്രെയിനിങ് ആണ്. ഇനി UPSC ചോദിക്കുന്ന മെത്തഡ് ആസ്പെക്ട്സ് എന്താണ്? ഈ ബേസിൻ കൺട്രി ചോദിക്കുക. അപ്പൊ കോങ്കോ ബേസിന്റെ കൺട്രി ചോദിച്ചിരുന്നു. റൈറ്റ്? അപ്പൊ അതുപോലെ ഒരു നിങ്ങൾക്കത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളുടെ ലൊക്കേഷൻ ഏകദേശം അറിയാമെങ്കിൽ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ റിവറിന്റെ ബേസിൻ ചോദിച്ചാൽ റിവറിന്റെ ഏകദേശ ലൊക്കേഷൻ അറിയാമെങ്കിൽ ആ പരിസരത്തുള്ള രാജ്യങ്ങൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക.
അല്ലെങ്കിൽ ഇല്ലാത്ത രാജ്യങ്ങളെ എലിമിനേറ്റ് ചെയ്യും. അതല്ലേ ചെയ്യേണ്ടത്. ഓക്കെ, this is the question. Which one of the following is part of the Congo Basin? ഈ ബേസിലെ PYQ ആണ്. ഏതാ കോങ്കോ ബേസിനിൽ വരുന്ന രാജ്യം ഏത്? കാമറൂൺ, നൈജീരിയ, സൗത്ത് സുഡാൻ ആൻഡ് ഉഗാണ്ട. കാണാതെ പഠിച്ചതാണോ? അല്ല, പഠിച്ചോ? ഏതാ? ആ, കാമറൂൺ. നോക്ക്, ഇതാണ് കോങ്കോ റിവർ. കോങ്കോ റിവർ പാസ് ചെയ്യുമ്പോൾ ഇത്രയും രാജ്യങ്ങൾ ഏകദേശം കോങ്കോ റിവറിന്റെ ബേസിൻ ആയിട്ട് വരും. കാമറൂൺ, കാമറൂണിന്റെ അവിടെ നിന്ന് റിവർ പോയിട്ട് ഈ ഇതിന്റെ അകത്തേക്ക് ചേരുന്ന കണ്ടോ? കാമറൂണിൽ നിന്നുള്ള റിവർ വന്ന് കോങ്കോയിലേക്ക് ചേരുന്നുണ്ട്. അപ്പൊ ഒരു റിവറിന്റെ ബേസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റിവറും അതിന്റെ ട്രിബ്യൂട്ടറീസിന്റെയും ഏരിയ അടങ്ങുന്നതാണ്. കാമറൂൺ എന്ന് പറയുന്ന രാജ്യത്ത് കോങ്കോയുടെ ട്രിബ്യൂട്ടറീസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഓപ്ഷനിൽ അത് വന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ കുറച്ച് മാറിയ കിടക്കുന്നത്. സൗത്ത് സുഡാൻ, ഉഗാണ്ട. സൗത്ത് സുഡാനും ഉഗാണ്ടയൊക്കെ ഏത് റിവറിന്റെ ബേസിൻ ആയിട്ട് വരും? നൈലിന്റെ ബേസിൻ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. Right? Question. Consider the following pairs: ethnic group and host country. Nuer, Dinka, Hutus, Yazidis and Uyghur. അത്യാവശ്യം കറണ്ട് അഫെയറിൽ വന്നുള്ള മിക്ക സാധനം ഞാൻ ഇതിൽ choose the correctly matched pair. ഉത്തരം എങ്ങനെയാ ചെയ്യുന്നത്? അറിയാവുന്ന സാധനം വെച്ച് എലിമിനേഷൻ നടത്തുക. നിങ്ങൾക്ക് അറിയാവുന്ന ഏതാ ഉള്ളതിൻ്റെ അത്? കുർദിനെ അറിയാമോ? കുർദ് ടർക്കിയിലുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ 3 എലിമിനേറ്റ് ചെയ്തു. അപ്പൊ പിന്നെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, സി. അതാണോ ഉത്തരം? കുർദ് ടർക്കിയിലില്ലാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇറാനിൽ ഇറാഖ് എന്ന് വെച്ചാൽ ടർക്കിയിലില്ലാന്ന് ആരാ പറഞ്ഞത്? ആ, യെസ്. അപ്പൊ കുർദുണ്ട്, കുർദ് ടർക്കിയിലുണ്ട്. കുർദുകൾ മെയിൻലി കാണുന്നത് 2 രാജ്യങ്ങളിലായിട്ടാണ്. കൂടുതലും ഇറാഖിലാണ്. ഇറാഖിന്റെ നോർത്തേൺ പ്രൊവിൻസിനെ കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് റീജിയൻ എന്ന് വിളിക്കുന്നുണ്ട്. കുർദിസ്ഥാൻ ഹാസ് ബോർഡേഴ്സ് വിത്ത് ടർക്കി. ടർക്കിയിലും കുർദുകളുണ്ട്. അപ്പൊ 3 എന്തായാലും ഉണ്ട്. ഏതാ? എയോ? ബി? സമയം കളയണ്ട, എ ആണ് ആൻസർ. ഓക്കെ, അപ്പോ ന്യൂയർ ട്രൈബ്സ് സൗത്ത് സുഡാനിലാണ്. ഡിങ്ക എന്ന് പറയുന്ന ട്രൈബ്സും സൗത്ത് സുഡാനിലാണ്. ഈ ന്യൂയറും ഡിങ്കയും തമ്മിൽ ഇടക്കിടക്ക് അടിയാണ്, അതുകൊണ്ട് അത് വരാറുണ്ട്. അപ്പൊ സൗത്ത് സുഡാനിലെ 2 എത്നിക് ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് ന്യൂവേഴ്സ് ആൻഡ് ഡിങ്കാസ്. കുർദുകൾ ടർക്കിയിലും ഇറാഖിലും ഉണ്ട്. ഹൂട്ടൂസ് ആൻഡ് ടുട്സീസ് കേട്ടിട്ടുണ്ടോ? ദ റവാണ്ടൻ ജനസൈഡ്. റവാണ്ടൻ ജനസൈഡ് വാസ് ബിറ്റ്വീൻ ഹൂട്ടൂസ് ആൻഡ് ടുട്സീസ്. അവരുടെ കോൺഫ്ലിക്റ്റ് ആയിരുന്നു അങ്ങനെ. ബുറുണ്ടി ആൻഡ് ഉഗാണ്ടയിലാണ് ഈ 2 ട്രൈബൽ ഗ്രൂപ്പ്സ് മെയിൻലി ഉള്ളത്. യസീദീസ് ഇറാഖിലാണ്. ഐസിസിന്റെ സമയത്തൊക്കെ യസീദീസിനെ കുറിച്ച് ഇടക്കിടക്ക് ന്യൂസ് കിട്ടുന്നത്. അതുപോലെ ഉയ്ഗൂർ, ചൈന. ചൈനയിലെ മെയിൻലി സിൻജിയാൻ എന്ന് പറയുന്ന ഒരു പ്രോവിൻസ് ഉണ്ട്, അവിടെയാണ് ഉയ്ഗൂറുകൾ വരിക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഏതൊക്കെ ഗ്രൂപ്പ്സ് ഉള്ളത്? റോഹിംഗ്യാസ് ഉണ്ട്, റോഹിംഗ്യാസ് ഓഫ് മ്യാൻമാർ. അവര് ബേസിക്കലി റെഫ്യൂജീസ് ആയിട്ട് കിടക്കുന്നത് ബംഗ്ലാദേശിലാണ്. യെസ്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ടെസ്റ്റ് സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെസ്റ്റ് സീരീസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും ഇങ്ങനത്തെ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മസാലിത്ത് എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ ഞാൻ കണ്ട് ഉൾപ്പെടുത്തിയത്, ടെസ്റ്റ് സീരീസിൽ ഉൾപ്പെടുത്തിയത് ഓർമ്മയുണ്ടോ? മസാലിത്ത്. ചാഡിലൊക്കെ ഉണ്ട്. യെസ്. അപ്പൊ തിരിച്ചു വരാം. ഇനി ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ ആഫ്രിക്കയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫീച്ചർ ആണ് ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലി. ഓക്കെ, അപ്പൊ കറണ്ട് അഫയേഴ്സിലും പ്രോമിനന്റ് ആണ്. ഗ്രേറ്റ് റിഫ്റ്റ് വാലി ഒരു ഡൈവേഴ്സൻ ബൗണ്ടറി ആണ്. അത് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. അപ്പൊ ഗ്രേറ്റ് റിഫ്റ്റ് വാലി, ആ ഗ്രേറ്റ് റിഫ്റ്റ് വാലി ആഫ്രിക്കയിൽ നിന്ന് മുകളിലേക്ക് കയറി അങ്ങ് റെഡ് സീ വഴി അങ്ങ് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. റെഡ് സീ ഇസ്രായേൽ വഴി അങ്ങ് പോകും. ഓക്കെ, അപ്പോ ഈ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയുടെ ആഫ്രിക്കയിലുള്ള പാർട്ടാണ് ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി, വെസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി.
ഓക്കെ, രണ്ടും ബ്രാഞ്ച് ഔട്ട് ഉണ്ട് ഇതിന്. അപ്പോ ഈ റിഫ്റ്റ് വാലിയില് കുറെ ലേക്കുകളുണ്ട്. ഒന്ന്, ഈ റിഫ്റ്റ് വാലി കിടക്കുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് അറിയണം. അതിനെന്ത് ചെയ്താൽ മതി? രാജ്യങ്ങൾ പഠിക്കുമ്പോൾ റിഫ്റ്റ് വാലി എവിടെയാണ് കിടക്കുന്നത്? ആഫ്രിക്കയുടെ ഈസ്റ്റിലായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഈസ്റ്റിൽ കിടക്കുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ റിഫ്റ്റ് വാലി ഓഫ്കോഴ്സ് ആ രാജ്യങ്ങളുടെ കോൺടാക്ട്. ഓക്കെ, ഇനി റിഫ്റ്റ് വാലിയിൽ കിടക്കുന്ന കുറെ ഫേമസ് ലേക്കുകളുണ്ട്. ഈ ലേക്കുകളെ അറിയണം. ആ ലേക്കുകളുടെ ലൊക്കേഷൻ അറിയണം. അതായത് ഫോർ എക്സാമ്പിൾ ലേക്കുകൾ നോർത്ത് നിന്ന് സൗത്തിലേക്ക് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ചില ലേക്കുകളുടെ ബോർഡറിംഗ് നേഷൻസ് ഒക്കെ അറിയില്ല. ചില ലേക്ക് ചില രാജ്യങ്ങളിലായിരിക്കും, ചില ലേക്ക് 1-2 രാജ്യങ്ങളുടെ ബോർഡറിലായിരിക്കും. അപ്പൊ അതറിയണം. വളരെ ഫേമസ് ആയിട്ടുള്ള ലേക്കുകൾ ഏതൊക്കെയാണ്? ലേക്ക് ന്യാസ, ഓൾസോ കോൾഡ് ആസ് ലേക്ക് മലാവി. ഓക്കെ, മലാവി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പേരിലാണ് അറിയപ്പെടുക. ലേക്ക് ടങ്കൺയിക്ക, ലേക്ക് വിക്ടോറിയ, ലേക്ക് ആൽബർട്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ലേക്ക് വിക്ടോറിയയും ലേക്ക് ആൽബർട്ട് ഒക്കെ എത്തുമ്പോൾ നിങ്ങൾ അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലാണെന്ന് വിചാരിക്കും. പക്ഷെ അത് രണ്ടും ആഫ്രിക്കയിലാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ കാര്യമാണ് പറഞ്ഞത്. ഞാനത് പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ലേക്ക് വിക്ടോറിയ കേൾക്കുമ്പോൾ ഐ വാസ് തിങ്കിങ് ഓഫ് സംവെയർ ഇൻ കാനഡ. ഓക്കെ, ലേക്ക് ചാഡ്. ഓക്കെ, ലേക്ക് ചാഡ് ഏത് റിവറിന്റെ ഏതൊക്കെ കൺട്രീസിന്റെ ബോർഡേഴ്സിൽ വരും? ഓക്കെ, ഇപ്പൊ മാപ്പിൽ നോക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ലേക്സ് കിട്ടും. ചില ലേക്സ് കറണ്ട് അഫയേഴ്സിൽ മെൻഷൻ ചെയ്ത് വരും, മാപ്പിൽ കാണാത്ത സാധനം. അത് പഠിക്കുക. ലേക്ക് രത്ബ കേട്ടിട്ടുണ്ടോ? ലേക്ക് രത്ബ, പിങ്ക് ലേക്ക്, അങ്ങനെ ഒരു പേരുണ്ട്. അതൊരു ആൽക്കലൈൻ ലേക്ക് ആണ്, പിങ്ക് കളറിലാണ് ഇരിക്കുക. എവിടെയാണ്? സെനഗൽ. യെസ്, സെനഗലിലാണ് അത് ഉള്ളത്. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഇങ്ങനെയുള്ള സാധനങ്ങൾ നോട്ട് ചെയ്യുക. ഈ പറഞ്ഞ ലേക്കുകളിലെ ഇതിന്റെ ബോർഡറിംഗ് നേഷൻസ് അറിയണം. പിന്നെ നമ്മൾ റിവേഴ്സ് പറഞ്ഞു, പക്ഷെ ചില റിവേഴ്സ് ഞാൻ പറഞ്ഞില്ല, പക്ഷെ പോപ്പുലർ ആണ്. ചില പണ്ട് ഓൾഡ് എൻസിആർടിയിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വോൾട്ട റിവർ, അതുപോലെ ലിംപോംപോ ഓറഞ്ച്, ഇതൊക്കെ എൻസിആർടിയിലുണ്ട്. ജസ്റ്റ് എവിടെയാണെന്നൊന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, ആഫ്രിക്കയുടെ ഏത് ഭാഗത്താണ്, എങ്ങോട്ടേക്ക് ഡ്രെയിൻ ചെയ്യുന്നു, അതൊന്നും അറിഞ്ഞിരുന്നാൽ മതി. വളരെ ബേസിക്സ് അറിഞ്ഞില്ല. അതാണ് സാംബേസി റിവർ. UPSC ചോദിച്ചിട്ടുണ്ട് എങ്ങോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നതെന്നാണ് ആ ചോദ്യത്തിൽ. മാത്സ് ദ ഫോളോയിങ് ചോദിച്ചിരുന്നത്. സാംബേസി റിവർ ഡ്രെയിൻസ് ഇൻടു മൊസാംബിക് ചാനൽ വിച്ച് ഈസ് പാർട്ട് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. വൈറ്റ് നൈൽ, ബ്ലൂ നൈൽ ഒക്കെ നൈലിന്റെ പാർട്ടായിരിക്കും. സെനഗൽ, നൈജർ, വോൾട്ട, അതുപോലെ. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ലേക്കുകൾ മതി കേട്ടോ. വളരെ സ്പെസിഫിക്കലി നിങ്ങൾ പോവുകയാണെങ്കിൽ കുറെ ലേക്കുകൾ കിട്ടും. അത്രയും ആവശ്യമില്ല. കറണ്ട് അഫയേഴ്സിൽ വരുന്നത് പിടിച്ചാൽ മതി. ഇപ്പൊ ലേക്ക് നാട്രോൺ കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുണ്ട്. ലേക്ക് നാട്രോൺ ഞാൻ ടെസീസിന് ഇട്ടിട്ടുണ്ട്. ലേക്ക് നാട്രോൺ ഏതാണ് നിങ്ങൾക്കുള്ള ടാസ്ക് ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, സാൻസിബാർ കേട്ടിട്ടുണ്ടോ? ഒരു ഐലൻഡ് ആണ്, ആഫ്രിക്കയുടെ ഈസ്റ്റ് കോസ്റ്റ് കിടക്കുന്ന ഒരു ഐലൻഡ് ആണ് സാൻസിബാർ. ഈ ഐലൻഡിന്റെ പേരെന്താ? മഡഗാസ്കർ. അത് പഠിക്കേണ്ടതുണ്ടായിരിക്കും. ശരി, ദിസ് ഇസ് മൊസാംബിക് ചാനൽ. ഓക്കെ, ഇതിലൂടെ ഒരു ഓഷ്യൻ കറണ്ട് പോകുന്നുണ്ട്. ഏതാ? അഗുൾഹാസ് കറണ്ട്. യെസ്, അഗുൾഹാസ് കറണ്ട്. അതൊരു കോൾഡ് ആണോ വാം ആണോ? വാം ഓഷ്യൻ കറണ്ട് ആണ്. ഇവിടെ പോകുന്ന കോൾഡ് കറണ്ട് ഏതാണ്? വെൻസുവേല കറണ്ട്. യെസ്, കിട്ടിയ അടുത്തേക്ക് പോവാം. Question. Which of the following countries doesn't share border with Lake Victoria? Which countries doesn't share border with Lake Victoria?
ടാൻസാനിയ, സാംബിയ, ഉഗാണ്ട, കെനിയ. സാംബിയ, കാരണം കുറച്ചുകൂടെ താഴെയാണ്. കറക്റ്റ്. യെസ്. ലേക്ക് വിക്ടോറിയ ഷെയർസ് ബോർഡേഴ്സ് വിത്ത് 3 countries: കെനിയ, ഉഗാണ്ട, ടാൻസാനിയ. ഓക്കെ, ഒരു ടാസ്ക് തരാം. റീസെന്റ് 1-2 വർഷമായിട്ട് വിക്ടോറിയ ലേക്കിലുള്ള ഒരു ഐലൻഡ് മെൻഷൻ ചെയ്തു വന്നിരുന്നു കറണ്ട് അഫയേഴ്സിൽ. ആൻഡ് ദിസ് ഐലൻഡ് ഈസ് ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഐലൻഡ് ഇൻ ദ വേൾഡ്. വളരെ ചെറിയ ഐലൻഡ് ആണ്, അവിടെ കുറെ ആളുകൾ. ഓക്കെ, അപ്പൊ ഐലൻഡിന്റെ പേര് കണ്ടുപിടിച്ചു. പിഗ്ഗു. യെസ്, പിഗ്ഗു. അങ്ങനെ കണ്ടുപിടിച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ആർ പാർട്ട് ഓഫ് ദി സഹേൽ റീജിയൻ? സഹേൽ. ആഫ്രിക്കനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ കുറച്ച് റീജിയൻസ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മാലി, ചാഡ്, നൈജർ ആൻഡ് സുഡാൻ. ഏതാ? എല്ലാം എല്ലാം ഉറപ്പ്? യെസ്, എല്ലാം ഉണ്ട്. നോക്കുക, അപ്പൊ ആഫ്രിക്കനെ നമുക്ക് ഡിവൈഡ് ചെയ്താലേ നോർത്തേൺ പോർഷൻ ഏതാ? സഹാറയാണ്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ സഹാറയുടെ ഒരു ട്രാൻസിഷൻ സോൺ ആയിട്ട് താഴേക്ക് വരുമ്പോൾ വി ഹാവ് ദ സഹേൽ റീജിയൻ. സഹേൽ റീജിയൻ ഇത്രയും രാജ്യങ്ങൾ ഇത് പഠിക്കണം. വിച്ച് കൺട്രീസ് ആർ പാർട്ട് ഓഫ് ദി സഹേൽ റീജിയൻ? മൗറിറ്റാനിയ, സെനഗൽ, മാലി, ബുർക്കിന ഫാസോ, നൈജർ, നൈജീരിയ, ചാഡ്, സുഡാൻ. ഈ കറണ്ട് അഫയേഴ്സിൽ പല രാജ്യങ്ങളും വരുന്നത് പല പല കാരണങ്ങൾക്കായിരിക്കും. UPSC ചോദിച്ചിട്ടുമുണ്ട്, അതുപോലെ ഇടയ്ക്ക് ഇപ്പോഴും വരാറുണ്ട്. ഈ ആഫ്രിക്കയിൽ ഇവിടെയുള്ള പല രാജ്യങ്ങളും റീസെന്റ് പല മിലിറ്ററി കൂപ്സിന് വിധേയമായിട്ടുണ്ട്. കൂപ്പുകൾ നടന്നിട്ടുണ്ട്. മിലിറ്ററി അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ബുർക്കിന ഫാസോയില്, നൈജറില്, ഇങ്ങനെ പല രാജ്യങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഇന്റർനാഷണൽ ന്യൂസ് ഇല്ലേ, ഹിന്ദുവിലെ ഇന്റർനാഷണൽ ന്യൂസ് നോക്കുമ്പോൾ നിങ്ങൾ പല രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ ഇങ്ങനെ വരും. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ രാജ്യങ്ങളിൽ എന്താണ് നടന്നത് നിങ്ങൾക്കൊരു അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ ദിവസവും പത്രം വായിക്കാൻ പറഞ്ഞത്. എല്ലാ ദിവസവും പത്രം വായിച്ചാൽ നിങ്ങളുടെ നിലയിൽ തന്നിരുന്നോളൂ. ബംഗ്ലാദേശിൽ ഈയിടെ എന്താണ് പ്രശ്നം ഉണ്ടായത്? അവിടെ എന്തുണ്ടായി? ഒരു റിസർവേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റുഡൻസിന്റെ ഒരു പ്രൊട്ടസ്റ്റ് വന്നു. അങ്ങനെ അവിടെ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടായി. ഷെയ്ഖ് ഹസീനയ്ക്ക് പോകേണ്ട വന്നു. പുതിയ ഗവൺമെന്റ് വന്നു. ഇതാണ് അവിടെ നടന്നത്. പത്രം വായിക്കുമ്പോൾ ഇത്രയും ഈ ബേസിക് സാധനം നമ്മൾ അറിയിക്കും. അതറിഞ്ഞിരുന്നാൽ മതി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് വരുമല്ലോ, അറിഞ്ഞിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഈ ആസ്പെക്ട്സ് നോക്കുക കേട്ടോ. നൈൽ, നൂബിയൻ, എല്ലാ ആസ്പെക്ട്സും നോക്കുക. ദിസ് ഏരിയ ഈസ് കോൾഡ് ആസ് ദി ഹോൺ ഓഫ് ആഫ്രിക്ക. ചില റീജിയൻസ് പേര് ചോദിക്കാറുണ്ട് അല്ലെ. ലെവാന്ത് ചോദിച്ചു. ദിസ് ഏരിയ ഈസ് കോൾഡ് ആസ് ദി ലെവാന്ത് റീജിയൻ. കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ ഞാൻ ഇട്ട സ്ഥലമായിരുന്നു ഇത്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? തിഹമ റീജിയൻ. റെഡ് സീ ക്രൈസിസ് എന്ന് പറഞ്ഞിപ്പോ കറണ്ട് അഫയേഴ്സിലുണ്ട്. അപ്പോൾ സൗദിയുടെയും യമന്റെയും കോസ്റ്റൽ റീജിയനാണ് തിഹമ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചില റീജിയന്റെ പേരുകൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഹോൺ ഓഫ് ആഫ്രിക്ക. യെസ്, പിന്നെ ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. സ്ട്രീറ്റിന്റെ പേരെന്താ? സ്ട്രീറ്റ് ഓഫ് ബാബേൽ മാൻഡബ്. ബാബേൽ മാൻഡബ് that connects Red Sea with the Gulf of Aden. ഓക്കെ, യെസ്. അപ്പൊ ചോദ്യം വരാം. അപ്പൊ ഇവിടെ ഒരു സീ കണ്ടല്ലോ. സീയുമായി ബന്ധപ്പെട്ട് UPSCക്ക് ഇഷ്ടമുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താ? ഈ ബോർഡറിംഗ് നേഷൻസ് ആണ്. അപ്പൊ റെഡ് സീനെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? റെഡ് സീ കറണ്ട് അഫയേഴ്സിലുണ്ട്.
കഴിഞ്ഞ തവണ റെഡ്സിയുടെ ചോദ്യം ചോദിച്ചു. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് റെഡ്സിയുടെ കോർഡിനേഷൻ ചോദിക്കുമെന്ന്. പക്ഷെ ചോദിച്ചപ്പോൾ അവർ ഒരു ആപ്ലിക്കേഷൻ ലെവലിലാണ് ചോദിച്ചത്. റെഡ്സിയിലേക്ക് റിവർ ഡ്രെയിൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ? യെസ്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചത്? റെഡ്സി കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ചോദ്യം വന്നത്. അതുപോലെ ഇനിയും ചോദിക്കാം. ഇപ്പൊ സൗത്ത് ചൈന സീ ഇപ്പൊ സ്ഥിരം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സൗത്ത് ചൈന സീയിലെ കോർഡിനേഷൻസ് പഠിക്കണം, ഇവിടെയുള്ള ഐലൻഡ്സ് പഠിക്കണം. അതേപോലെ ഇങ്ങനെയുള്ള ചില ആസ്പെക്ട്സ് വേണേ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, സൗത്ത് ചൈന സീയിലേക്ക് ഏതെങ്കിലും റിവർ ഡ്രെയിൻ ചെയ്യുന്നുണ്ടോ? കണ്ടുപിടിച്ചു. ഓക്കെ. യെല്ലോ റിവർ ഉണ്ടോ സൗത്ത് ചൈന സീയിലേക്കാണോ? ഓക്കെ. Question. The Strait of Gibraltar is a narrow strait that connects the Strait of Gibraltar, Atlantic Ocean and the Mediterranean Sea. No. Yes. Strait of Gibraltar. എവിടെയാണ് വരുന്നത്? എവിടെയാണ് വരുന്നത്? സ്പെയിൻ, മൊറോക്കോ. ഓക്കെ. അതിനിടയിലാണ് വരിക. മെഡിറ്ററേനിയൻ സീനെ അറ്റ്ലാന്റിക് ഓഷ്യനുമായിട്ട് അത് കണക്ട് ചെയ്യും. സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ. ആൻഡ് സ്പെയിൻ ഇരിക്കുന്ന ഈ ഒരു പെനിൻസുലയാണ്. ഈ പെനിൻസുലയ്ക്ക് ഒരു പേരുണ്ട്, ഐബീരിയൻ പെനിൻസുല. ഇങ്ങനത്തെ ആസ്പെക്ട്സ് ചോദിക്കാം. ഐബീരിയൻ പെനിൻസുല. ഓക്കെ. ഇവിടെ ഒരു മൗണ്ടൻ ഉണ്ടായിരുന്നു, അതെന്തായിരുന്നു? അറ്റ്ലസ് മൗണ്ടൻ. യെസ്. ഗുഡ്. Okay. Question. Mediterranean Sea is a border of which of the following countries? POQ. Jordan, Iraq, Lebanon, and Syria. C. 3 and 4. 2 and 3. Syria. Okay. Yes. അല്ല, ഒരു മിനിറ്റ്, ഞാൻ തിരിഞ്ഞു പോയി കേട്ടോ. 3 and 4 ആണ്. ലെബനോണും സിറിയയാണ്. ഞാനത് മാർക്ക് ചെയ്തപ്പോൾ തിരിഞ്ഞു പോയതാണ്. ശരിയാ. യെസ്, സിറിയ തന്നെ. അതെ, സിറിയക്ക് മെഡിറ്ററേനിയൻ സീയിലേക്ക് അപ്ലൈ ഉണ്ട്. അപ്പോ ഇനി നിങ്ങൾ പഠിക്കുമ്പോ മെഡിറ്ററേനിയൻ സീ എപ്പോഴും കറണ്ട് അഫയേഴ്സിലുണ്ട്. ഈ റീജിയൻ എപ്പോഴും ഉണ്ട്, പത്രത്തിലുണ്ട്. അപ്പൊ ഇത് ചോദിക്കാം. അപ്പോ ബേസിക്സ് വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് പഠിക്കണം? മെഡിറ്ററേനിയൻ സീയുടെ ബോർഡറിംഗ് നേഷൻസ് പഠിക്കുക. ഇതിന്റെ പല ആസ്പെക്ട്സ് ഉണ്ട്. മെഡിറ്ററേനിയൻ സീയിൽ തന്നെ പല ചെറിയ സീകളുണ്ട്. ഏജിയൻ സീ, അയോണിയൻ സീ, സീ ഓഫ് ക്രെറ്റെ, ടിറേനിയൻ സീ, ഏഡ്രിയാറ്റിക് സീ. കുഴപ്പമില്ല. ബേസിക്കലി ഇതിന് പിന്നെ സീ ഓഫ് മർമാര. ഇത്രയാണ് ഏറ്റവും ഫേമസ്. അപ്പോ നിങ്ങൾ പഠിക്കുമ്പോൾ സ്പെസിഫിക്കലി എന്തും കൂടെ പഠിക്കണം. ഇപ്പൊ ഏഡ്രിയാറ്റിക് സീനെ ബോർഡർ ചെയ്യുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ്, ഏതൊക്കെ ലാൻഡ് ബോഡീസ് ആണ്? ഫോർ എക്സാമ്പിൾ, ഇറ്റലി, സ്ലോവേനിയ, ക്രൊയേഷ്യ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, മോണ്ടനെഗ്രോ, അൽബേനിയ. ഓക്കെ, ഇത്രയും രാജ്യങ്ങൾ ഏഡ്രിയാറ്റിക് സീനെ ബോർഡർ ചെയ്യുന്നുണ്ട്. യു പി എസ് സി ചോദിച്ചിട്ടുണ്ട്. 4 സീ തന്നിട്ട് അതിനെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ പറഞ്ഞിട്ട് മാപ്പ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അയോണിയൻ സീ lies between Greece and Italy. Tyrrhenian Sea lies between ഇറ്റലി ആണത്. പക്ഷെ ഇറ്റലിയുടെ കുറച്ച് ഐലൻഡുകളുണ്ട്. ദിസ് ഈസ് സാർഡീനിയ, ദിസ് ഈസ് സിസിലി, ദിസ് ഈസ് ദ മെയിൻലാൻഡ് ഇറ്റലി, ദിസ് ഈസ് കോർസിക്ക, അത് ഫ്രാൻസിന്റെ. കോർസിക്കയിൽ നിന്നുള്ള ഒരു ഫേമസ് മനുഷ്യൻ ഉണ്ടായിരുന്നു, നെപ്പോളിയൻ. യെസ്. ഓക്കെ. അതുപോലെ മെഡിറ്ററേനിയൻ സീയിലൊക്കെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു ഹാവ് ഈജിപ്റ്റ്, ലിബിയ, ടുണീഷ്യ, അൾജീരിയ, മൊറോക്കോ, സ്പെയിൻ, ഫ്രാൻസ്, മൊണാക്കോ എന്ന് പറഞ്ഞൊരു ചെറിയ രാജ്യമുണ്ട് ഇവിടെ. ഓക്കെ. അതുപോലെ യു ഹാവ് ഇറ്റലി, ഗ്രീസ്, പിന്നെ ഈ രാജ്യങ്ങളൊക്കെ വരും. ഓക്കെ. ടർക്കി, സിറിയ, ലെബനോൺ, ഇസ്രായേൽ, ഗസ. ഗസയ്ക്ക് മെഡിറ്ററേനിയൻ സീയിലേക്ക് ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ.
ഈ സ്ഥലത്തിന്റെ പേര് എന്താ? ഇതൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ടെസ്റ്റിന് ചോദിച്ചായിരുന്നു. സീനായ് പെനിൻസുല. യെസ്, ദാറ്റ് ഈസ് സീനായ് പെനിൻസുല. ഇവിടെ നമുക്കൊരു ചെറിയ വാട്ടർ ബോഡി ഉണ്ട്, അതാണ് ഗൾഫ് ഓഫ് സിയൂസ്. അത് കണക്ട് ചെയ്ത് സിയൂസ് കനാലിനെ. ഇവിടെ ഒരു ചെറിയ വാട്ടർ ബോഡി ഉണ്ട്, അതാണ് ഗൾഫ് ഓഫ് അക്കാവ. അത് ചോദിച്ചിട്ടുണ്ട്, ഗൾഫ് ഓഫ് അക്കാവയുടെ ബോർഡറിംഗ് നേഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, then we have certain islands in the Mediterranean Sea. ഫോർ എക്സാമ്പിൾ, നമുക്ക് കുറച്ച് രാജ്യങ്ങളുണ്ട് മെഡിറ്ററേനിയൻ സീയിൽ. സൈപ്രസ് ഒരു രാജ്യമാണ്, മാൾട്ട ഒരു രാജ്യമാണ്. ഇതാണ് 2 രാജ്യങ്ങൾ മെഡിറ്ററേനിയൻ സീയിലുള്ള. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഐലൻഡുകളുണ്ട്, ക്രെറ്റെ, സിസിലി, കോർസിക്ക, സാർഡീനിയ. പോപ്പുലർ ഐലൻഡ്സ് മാത്രമാണ് കറണ്ട് അഫയേഴ്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഐലൻഡുകളുണ്ട്. ലാംപെഡൂസ കറണ്ട് അഫയേഴ്സിൽ മെൻഷൻ ചെയ്തു, ഒരു ഐലൻഡ് ആണ്. കാരണം ഇതിനകത്ത് മെൻഷൻ ചെയ്തത് റെഫ്യൂജീസ് അങ്ങോട്ടേക്കാണ് വരുന്നത്. യൂറോപ്പിലേക്ക് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന റെഫ്യൂജീസ് ലാംപെഡൂസ എന്ന് പറഞ്ഞ ഐലൻഡിൽ വന്ന് കയറാം. അതുകൊണ്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ആസ്ഡ്, ലാംപെഡൂസ എവിടെയാണ്, അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെയാണ്, അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ ക്യാപിറ്റൽസ് ആണല്ലോ. ഓരോ രാജ്യങ്ങളുടെ ക്യാപിറ്റൽസ് അല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത്, റൈറ്റ്? ഇതെന്താണ്? റോം. അതിന്റെ തൊട്ടടുത്ത് യു ഹാവ് വത്തിക്കാൻ, ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം. അത് ഇറ്റലിയിലാണ് വരുന്നത്, റോമിന്റെ ഉള്ളിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഒരു സാധനം ഉണ്ടോ, സാൻ മാരിനോ. അതും ഇറ്റലിയുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ വത്തിക്കാൻ പോലെ ഒരു ചെറിയ രാജ്യം, സാൻ മാരിനോ. അതും നമ്മൾ നേരത്തെ ലെസോത്തോ കണ്ടില്ലേ, സൗത്ത് ആഫ്രിക്കനെ എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ, അതുപോലെ റോം, വത്തിക്കാനും സാൻ മാരിനോ ഇറ്റലിയുടെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വലിയ മിലിറ്ററി ഒന്നും ഉണ്ടാവില്ല. ഇപ്പോ വത്തിക്കാനില് മിലിറ്ററി ഒന്നുമില്ല. വത്തിക്കാൻ ഗാർഡ്സ് ഉണ്ട്, പോപ്പിന്റെ പേപ്പൽ ഗാർഡ്സ് ഉണ്ട്. സ്വിസ് ഗാർഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്, സ്വിസ് ഗാർഡ്സ് ഒരു ഗാർഡ്സ് ആണ്. അപ്പൊ ബേസിക്കലി അതിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ ഒരു ലാർജ് സ്കെയിൽ മിലിറ്ററി ഒന്നുമില്ല. കാരണം ഇവർക്ക് എന്തോന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ചെറിയ ടെറിട്ടറി ഉണ്ട്. മിലിറ്ററി ഒക്കെ വെക്കുന്നത് എപ്പോഴും വലിയ വലിയ രാജ്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, കാണും, ചെറിയ രീതിയിലൊക്കെ കാണും, റൈറ്റ്? We have the Sea of Marmara there, Black Sea. ഇതൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, അതിന്റെ പേരാണ് ബോസ്ഫോറസ് സ്ട്രീറ്റ്, that connects Sea of Marmara with Black Sea. Bosphorus Strait separates Turkey. Turkey is a country lying between Asia and Europe, right? അപ്പോൾ ഏഷ്യൻ ടർക്കിനെയും യൂറോപ്യൻ ടർക്കിനെയും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് അവിടെയാണ്. ദിസ് ഇസ് ദി യൂറോപ്യൻ ടർക്കി, ഏഷ്യൻ ടർക്കി. ആൻഡ് ദിസ് പാർട്ട് UPSC ചോദിച്ചിട്ടുണ്ട്, ഇസ് കോൾഡ് ആസ് അനത്തോളിയ. അതിന്റെ ഏഷ്യന്റ് പേരാണ്. അതല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട്, ഏഷ്യ മൈനർ. ഓക്കെ, ഏഷ്യ മൈനർ എന്ന് അതിന്റെ പേരുണ്ട്. ഇതൊക്കെ അതിന്റെ പണ്ടത്തെ പേരുകളാണ്. അതുപോലെ യു ഹാവ് the Sea of Azov here. This is Crimea. ഇടയ്ക്ക് വരാറുണ്ട്. ക്രിമിയ യുക്രൈൻ്റെ ടെറിട്ടറി ആയിരുന്നു. Now it's under Russian control. ബ്ലാക്ക് സീനെയും സീ ഓഫ് അസോവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു സ്ട്രേറ്റിന്റെ പേരാണ് കെർച്ച് സ്ട്രേറ്റ്. യെസ്, അതുപോലെ ബ്ലാക്ക് സീയിലേക്ക് ചില റിവേഴ്സ് വരുന്നത് നിങ്ങൾക്ക് കാണാം, ടീസർ. അതുപോലെ അസോവിലേക്ക് ഡീപ്പർ എന്ന് പറയുന്ന ഒരു ലേക്ക് വരുന്നത് കാണാം, ലേക്ക് അല്ല, റിവർ വരുന്നത്. ഓക്കെ, ഞാൻ ഈ പറയുന്നതൊക്കെ അന്ന് മാർക്ക് ചെയ്ത് പോയോ കേട്ടോ. Okay. Question. Which of the following islands are part of the Mediterranean Sea? Cyprus, Malta, Lampedusa, Sardinia, Crete.
ഓൾ നേരത്തെ പറഞ്ഞത് കൊണ്ട് എളുപ്പമായില്ലേ? യെസ്, ഓൾ എല്ലാം ഉണ്ട്. ക്രെറ്റ എന്ന് പറയുന്നത് ഗ്രീസിലെ ഒരു ഐലൻഡ് കേട്ടോ. ക്രെറ്റയും റെഫ്യൂജീസ് വന്ന് കയറുന്ന ഒരു ഐലൻഡ് ആണ്. ലാംപഡൂസ ഇറ്റലിയിലെയാണ്. സാർഡീനിയ ഇറ്റലിയിലെയാണ്. ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ സാർഡീനിയ, പീറ്റ്മൺ സാർഡീനിയ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമൊക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. ഓക്കെ. മാൾട്ട, സൈപ്രസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് രണ്ടും രാജ്യങ്ങളാണ്. മെഡിറ്ററേനിയൻ സീയിലെ ഐലൻഡ് കൺട്രീസ് ആണ് മാൾട്ട ആൻഡ് സൈപ്രസ്. Now let's come into the West Asia. വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പം പറഞ്ഞ അതേ ആസ്പെക്ട്സ് ആണ് നോക്കേണ്ടത്. ഒന്ന് പൊളിറ്റിക്കൽ മാപ്പിൽ എന്തറിയണം? രാജ്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ. ഈ സ്ഥലം വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ബോർഡറിംഗ് നേഷൻസ് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ എല്ലാ രാജ്യത്തിന്റെയും ബോർഡറിംഗ് നേഷൻസ് പഠിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു. കാരണം അങ്ങനെ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് 10-300 അടുത്ത് രാജ്യങ്ങളുണ്ട്, എല്ലാം പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് എന്താണ്? UPSC കറണ്ട് അഫയേഴ്സിൽ വളരെ പ്രോമിനന്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന രാജ്യങ്ങളെ ചോദിക്കും. ഓക്കെ, ആ രാജ്യങ്ങളെ പഠിച്ചാൽ. ഇപ്പൊ റഷ്യ യുക്രൈൻ ക്രൈസിസ് വന്നതിന്റെ പേരിൽ റഷ്യയുടെ ബോർഡറിംഗ് നേഷൻസ് പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല. അവിടെയാണ് നിങ്ങൾ വിവേകം യൂസ് ചെയ്യുന്നത്. റഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. അത് ഇഷ്ടംപോലെ ബോർഡറിംഗ് നേഷൻസ് ഉണ്ടാവും. അപ്പൊ അത് പഠിക്കണ്ട. പക്ഷെ യുക്രൈൻ പഠിക്കണം. യുക്രൈൻ ചോദിച്ചില്ലേ? അതുപോലെ അഫ്ഗാനിസ്ഥാൻ ചോദിച്ചു, താലിബാൻ പവറിലേക്ക് വന്നപ്പോ. ഓക്കെ. അതുപോലെ ഇനി ചോദിക്കാം, സിറിയയിൽ ഇപ്പൊ ഒരു പ്രശ്നം നടന്നു അല്ലേ? സിറിയയിൽ എന്തായിരുന്നു പ്രശ്നം? ആസാദ് ഗവൺമെന്റ് പോയിട്ട് പകരം പുതിയ ഗവൺമെന്റ് വന്നിട്ടുണ്ട്. അപ്പോ അവിടെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോ വേണമെങ്കിൽ സിറിയയുടെ ബോർഡറിംഗ് നേഷൻസ് പഠിക്കാം, ചോദിക്കാം. ജോർദാൻ, ഇറാഖ്, ടർക്കി, ലെബനോൺ, ഇസ്രായേൽ. ഓക്കെ. അതുപോലെ ഇസ്രായേൽ, ഗസ എപ്പോഴും ഉള്ളതുകൊണ്ട് ഇസ്രായേലിന്റെ ബോർഡറിംഗ് നേഷൻസ് പഠിക്കാം. ഗസ ബോർഡർ ചെയ്യുന്ന ടെറിട്ടറീസ് ഏതൊക്കെയാണ്? ഗസ ഈസ് ബോർഡർഡ് ബൈ ഈജിപ്റ്റ് ആൻഡ് ഇസ്രായേൽ. ലെബനോൺ വേണമെങ്കിൽ നോക്കാം. ലെബനോണും ഇടയ്ക്ക് വരാറുണ്ട്. ഹൂത്തീസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ വരാറില്ലേ? അതുകൊണ്ട് ഇടയ്ക്ക് അതൊക്കെ വരാറുണ്ട്. ലെബനോണിലെ ആ ഗ്രൂപ്പിന്റെ പേരെന്താ? ഹിസ്ബുള്ള. ഹൂത്തീസ് എവിടെയാ? യമനില്. യെസ്. യമൻ വേണമെങ്കിൽ യമൻ സിമ്പിൾ ആണ്. യമൻ ബോർഡേഴ്സ് സൗദി അറേബ്യ ആൻഡ് ഒമാൻ, രണ്ട് രാജ്യങ്ങളെ ബോർഡർ ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ വരാം. ഇനി ഇവിടെ നോക്കുമ്പോ വേറെ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പൊ ഇവിടെ വെസ്റ്റ് ബാങ്കിന്റെ ടെറിട്ടറി ഉണ്ടോ? ഇതാണ് വെസ്റ്റ് ബാങ്ക്. ഈ വെസ്റ്റ് ബാങ്കിനെയാണ് കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ ഒരു പഴയ ബിബ്ലിക്കൽ ടേം ഉണ്ട് വെസ്റ്റ് ബാങ്കിന്. ഏതാ? ജൂദയ ആൻഡ് സമറിയ. ഓക്കെ, അത് പത്രത്തിൽ വരുന്നുണ്ട്. അപ്പൊ വെസ്റ്റ് ബാങ്കിന്റെ പേരാണ്. ഈ വെസ്റ്റ് ബാങ്ക് ഈസ് ബോർഡർഡ് ബൈ ജോർദാൻ ആൻഡ് ഇസ്രായേൽ. ഇവിടെ ഒരു ചെറിയ കടലുണ്ട്, ഡെഡ് സീ, ദ ലോവസ്റ്റ് പോർഷൻ ഓൺ എർത്ത്. ഓക്കെ, അപ്പോ ലാൻഡിലെ ഏറ്റവും ലോവസ്റ്റ് പോർഷൻ ആണത്. അപ്പോ ഈ ഡെഡ് സീ ഈസ് ബോർഡർഡ് ബൈ ഇസ്രായേൽ, ജോർദാൻ ആൻഡ് വെസ്റ്റ് ബാങ്ക്. ഓക്കെ, ഈ ഡെഡ് സീയിലേക്കാണ് ഇവിടെ നിന്നുള്ളൊരു റിവർ വരുന്നത്. ഏതാണ്? ജോർദാൻ. ഓക്കെ, ഇത് ഏരിയ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിലിൽ പറയുന്നത് കേട്ടോ. Then we have certain lakes and rivers here. Lake Urmia in Iran. It's a salt water lake. Lake Van in Turkey. This is the saltiest lake in the world. Okay, Lake Urmia, one of the saltiest lake ആണ്. പക്ഷെ അത് ഇറാനിലാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു സാഗ്രോസ് എന്ന് പറയുന്ന ഒരു മൗണ്ടെയിൻ ഉണ്ട്. സാഗ്രോസ് മൗണ്ടെയിൻ ഒരു മൗണ്ടെയിൻ റേഞ്ച് ആണ്. സാഗ്രോസ് മൗണ്ടെയിൻ റേഞ്ച് ഇറാനിലുള്ളതാണ്. ഉള്ളത് ഫിസിക്കൽ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ കിട്ടും. Then two famous rivers of West Asia, Euphrates, Tigris. Okay, അത് ടർക്കിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പേർഷ്യൻ ഗൾഫിലേക്ക് അത് ഡ്രെയിൻ ചെയ്തു. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ്. യൂഫ്രട്ടീസ് ടൈഗ്രിസ് ഇടയ്ക്കൊക്കെ വരാറുണ്ട്. സോ ടൈഗ്രിസ് നദിയുടെ തീരത്താണ് ബാഗ്ദാദ് എന്ന് പറയുന്ന ഇറാഖിന്റെ ക്യാപിറ്റൽ ഒക്കെ ഇരിക്കുന്നത്. വളരെ ഏർലി വേൾഡിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള റിവേഴ്സ് ആണ്. മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഒക്കെ ഇതിന്റെ ബേസിസിലാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് അർമേനിയ, അസർബൈജാന്റെ ഇടയിൽ നഗോർണോ കൊറബാക്ക് ഡിസ്പ്യൂട്ട് ഉണ്ട്. അത് UPSC ചോദിച്ചാണ്, ഇനി വേണമെങ്കിൽ ചോദിക്കാം. We have the Caspian Sea here, an enclosed sea. Caspian Sea is bordered by Kazakhstan, Russia, Azerbaijan, Iran, Turkmenistan.
പഠിക്കുക. ഇതൊക്കെ ബേസിക്സ് ആണ് കേട്ടോ, ഇതൊക്കെ പഠിക്കണം. ഈ ഒരു റീജിയൻ എന്താണ് വിളിക്കുന്നത്? ഇവിടെ ഒരു മൗണ്ടെയിൻ ഉണ്ട്, മൗണ്ടെയിന്റെ പേര് പറയുന്നത് കോക്കസസ് മൗണ്ടെയിൻ. കോക്കസസ് റീജിയൻ, കോക്കസസ് മൗണ്ടെയിൻ റീജിയൻ ആണ്. യുറാൽ ഇവിടെ വരും, ഇവിടെ വരും. ഇതാണ് യുറാൽ റിവർ. യുറാൽ റിവർ ഡ്രെയിൻസ് ഇൻ ടു ദി കാസ്പിയൻ സീ. അതുപോലെ ഒരു റിവറും കൂടെ ഉണ്ട് ഡ്രെയിൻ ചെയ്യുന്നത്, റഷ്യയിലെ വളരെ ഫേമസ് ആയിട്ടുണ്ട്. ഏതാണ്? വോൾഗ. ഓക്കെ, then we have the Persian Gulf here. കടകടക വരുന്നുണ്ട് പേർഷ്യൻ ഗൾഫ്. പേർഷ്യൻ ഗൾഫിന്റെ അത് ബോർഡറിംഗ് നേഷൻസ് അറിയുക. നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ എന്താണ്? ഈ പേർഷ്യൻ ഗൾഫിനെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളാണ്. നമ്മുടെ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏതൊക്കെയാ? UAE, സൗദി, കുവൈറ്റ്, ഇറാഖ്, ഇറാൻ, ഖത്തർ, ബഹ്റിൻ, ഇതൊക്കെയാണ് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ. അതായത് ബഹ്റിൻ ഐലൻഡ് ആണ്, ഖത്തർ ഏകദേശം ഒരു ഐലൻഡ് പോലെ തോന്നും, പക്ഷെ ഐലൻഡ് അല്ല. ഓക്കെ, UAE ഉണ്ട്, ഒമാനും ഉണ്ട്. ഒമാൻ പേർഷ്യൻ ഗൾഫിന്റെ പാർട്ടാണ്. വൈ? ഒമാൻ ഇവിടെയാണ് ഒമാന്റെ ബോർഡർ വരുന്നത്, പക്ഷെ ഒമാന്റെ ഒരു ചെറിയ പോർഷൻ ഇവിടെ കിടക്കും. ഓക്കെ, ഇവിടെ ഒരു സ്ട്രേറ്റ് ഉണ്ട്, അതായത് ലാസ്റ്റ് സീരീസിന് ഇട്ടത്, അതായത് ഹോർമൂസ് സ്ട്രേറ്റ് കണക്ടിങ് പേർഷ്യൻ ഗൾഫ് വിത്ത് ഗൾഫ് ഓഫ് ഒമാൻ. അത് ഇറാന്റെ ഇവിടെ. ഓക്കെ, ചബഹാർ പോർട്ട് ഇറാനിൽ, ഈ പാർട്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് വരും. ഒമാനിൽ അവിടെ. യെസ്, ഓക്കെ. പിന്നെ നമുക്ക് ബ്ലാക്ക് സീ നമ്മൾ പറഞ്ഞു. ബ്ലാക്ക് സീയിലെ ബോർഡറിംഗ് നേഷൻസ് പഠിക്കുക. ഓൾറെഡി ചോദിച്ചതാണ്, എന്നാലും ഇനിയും ചോദിക്കാം, പഠിച്ചു വെച്ചേക്കുക. ബൾഗേറിയ, ടർക്കി, ജോർജിയ, റഷ്യ, യുക്രൈൻ, ഏതാ? റൊമേനിയ രാജ്യങ്ങളാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് വേറെ ആസ്പെക്ട്സ് ഉള്ളത് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇവിടെ ഒരു കടക്കടക്ക് വരാറുണ്ട്, വന്നിട്ടുണ്ട്, 2 തവണ വന്നിട്ടുണ്ട്. ഏതാ? ആരൽ സി ബോർഡേഴ്സ്, ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് കസാക്കിസ്ഥാൻ. ആരൽ സിയിലേക്ക് 2 റിവേഴ്സ് പോകുന്നുണ്ട്, സിർദാരിയ, അമൂദാരിയ. ആരൽ സിയുടെ പ്രത്യേകത എന്താ? ഡ്രെയിൻ, അത് ഏകദേശം പറ്റി വരണ്ട് തീരാറായി. കാരണം ഈ അമൂദാരിയ ആൻഡ് സിർദാരിയ ഈ ലേക്കിലേക്ക് കൊടുക്കുന്ന വെള്ളത്തിന്റെ സപ്ലൈ കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇറിഗേഷന് വേണ്ടിയിട്ട് ആ ലേക്ക്, ആ റിവേഴ്സിന്റെ വെള്ളം എടുക്കുന്നത് കൊണ്ട്, ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന വെള്ളം കുറഞ്ഞു. അങ്ങനെയാണ് ആരൽ സി കുറഞ്ഞത്. അങ്ങനെ അവിടെ ഒരു പുതിയൊരു ഡെസേർട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സീരീസിന് നിങ്ങൾക്ക് ഇട്ടതാണ്. അതായത് ആരൽക്കും ഡെസേർട്ട്, ലോകത്തിലെ ഏറ്റവും പുതിയ ഡെസേർട്ട് ആണ്. ദ ലേറ്റസ്റ്റ് ഡെസേർട്ട് എന്ന് പറയും ആരൽക്കും ഡെസേർട്ട്. ഓക്കെ, സൊക്കോത്ര ഐലൻഡ്, യമൻ, ഗൾഫ് ഓഫ് ഏഡൻ, ഇടയ്ക്ക് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഹൂത്തീസിന്റെ പ്രശ്നത്തിന്റെ ഇടയിൽ അത് വന്നിട്ടുണ്ട്, സൊക്കോത്ര ഐലൻഡ്. ഓക്കെ, അതുപോലെ ഇവിടെ ഗോളൻ ഹൈറ്റ്സ് ഇടയ്ക്ക് വന്നായിരുന്നു. ഗോളൻ ഹൈറ്റ്സ് സിറിയ ഇസ്രായേൽ ഡിസ്പ്യൂട്ട് ടെറിട്ടറി ആണ്. സിറിയയുടെ ആയിട്ടാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. Next question. Consider the following statements. The Tigris River drains into the Red Sea. Lake Van is located in Israel. River Sirdaria drains into the Aral Sea. Which of the above statements is or correct? So simple. Okay. Tigris drains into Persian Gulf, and Lake Van is in Turkey. Israel ഉള്ള ലേക്ക് ഏതാ? ഡെഡ് സീ. ഒരു ലേക്ക് കൂടെ, ഗലീലി, സീ ഓഫ് ഗലീലി അല്ലെങ്കിൽ തിബേരിയാസ്, 2 പേരുണ്ട് അതിന്. ലേക്ക് തിബേരിയാസ് പണ്ടത്തെ ഒരു റോമൻ ചക്രവർത്തിയുടെ പേരാണ്. തിബേരിയാസ് കടൽ.
സി ഓഫ് തിബേരിയാസ് അല്ലെങ്കിൽ സി ഓഫ് ഗലീലി. ഓക്കെ, നമുക്ക് അടുത്ത കോണ്ടിനെന്റിലേക്ക് പോവാം, സൗത്ത് അമേരിക്ക. സോ പൊളിറ്റിക്കൽ മാപ്പിലേക്ക് വരുമ്പോൾ ഐഡന്റിഫൈ ദ കൺട്രീസിന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുക. ഇക്വഡോർ, കൊളംബിയ, വെനസ്വേല, ഗയാന, ബ്രസീൽ, ബൊളീവിയ, പെറു, അർജന്റീന, ഉറുഗ്വേ, പാരഗ്വേ, ചിലി എവിടെയാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. ഇനി ഇവിടെ മുകളിലേക്ക് നമ്മൾ ഇത് സൗത്ത് അമേരിക്ക, ഇത്രയും ലാറ്റിൻ അമേരിക്ക എന്ന് പറയുമ്പോൾ ഇത്രയും കൂടെ പോർഷൻസ് ഉൾപ്പെടുത്താം. ലാറ്റിൻ അമേരിക്ക, സൗത്ത് അമേരിക്ക എന്ന് പറയുമ്പോഴും നമ്മൾ ജനറലി പറയാറുണ്ട്, എന്നാലും മൊത്തത്തിൽ ലാറ്റിൻ അമേരിക്ക എന്നാണ് വിളിക്കുക. അവിടേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന മെക്സിക്കോ, ഗ്വാട്ടിമാല, ഹോണ്ടുറാസ്, എൽ സാൽവഡോർ, നിക്കാരാഗ്വേ, കോസ്റ്ററിക്ക, പനാമ. ഈ പനാമയുടെ എവിടെയാണ് പനാമ കനാൽ ഉള്ളത്. പനാമ കനാൽ വേണമെങ്കിൽ ചോദിക്കാം, കാരണം ട്രംപ് പനാമ കനാൽ പിടിച്ചെടുക്കും അല്ലെങ്കിൽ തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രംപുമായി ബന്ധപ്പെടുത്ത് കുറെ സാധനങ്ങൾ ഇനി വരാനുണ്ട്. അപ്പൊ പനാമ കനാൽ ചോദിക്കാം.